വിമർശിക്കുന്നവർക്ക് വേറെ ഇപ്പോൾ ഭരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വിമർശിക്കാൻ സമയമുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ വിമർശിച്ചാണ് ഈ അവസ്ഥ എത്തിയത്. കമന്റ്സ് ഒന്നും നോക്കാനുള്ള സമയമില്ല. ഒന്ന് ഞാൻ എൻ്റെ ഒരു പേജുണ്ട്, അതിൽ എല്ലാ പ്രവർത്തനങ്ങളും ഓരിടാനുള്ള സമയമില്ല. ഞാനിതൊക്കെ തന്നെ വരുന്ന ഏത് തരത്തിലുള്ള വാർത്തകളും ആസ്വദിച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന വ്യക്തിയാണ്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം പരമാവധി എല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്തു പോകാൻ ശ്രമിക്കും. നമസ്കാരം. എല്ലാ തവണത്തേതിനേക്കാളും വ്യത്യസ്തമായിട്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു പൊങ്കാലയാണ് ഈ തവണ ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പൊങ്കാലയിടാൻ എത്തിയിട്ടുള്ള ആളുകളോടൊക്കെ പ്രതികരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരും പറയുന്നത് ഇതുപോലൊരു മേയറും ഇതുപോലുള്ള ഒരു ഭരണവുമാണ് ഇനിയും വേണ്ടത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയതോടുകൂടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചിലയിടങ്ങളിൽ നിന്ന് പുകയുകയുണ്ടായി. അതായത് ഇത് മേയറായിട്ടുള്ള വി രാജേഷിന്റെ PR വർക്കാണ് എന്നുള്ള ആക്ഷേപമാണ് ഉണ്ടായത്. നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് മേയർ നോക്കിക്കാണുന്നത്, എന്താണ് ഇതിന് മേയറിന് മറുപടിയായിട്ട് നൽകാനുള്ളത് എന്നതിലേക്കാണ് മേയറുടെ വാക്കുകളിലേക്ക്. കമന്റ്സ് ഒന്നും നോക്കാനുള്ള സമയമില്ല. ഒന്ന് ഞാൻ എൻ്റെ ഒരു പേജുണ്ട്, അതിൽ എല്ലാ പ്രവർത്തനങ്ങളും ഓരിടാനുള്ള സമയമില്ല. പിന്നെ എപ്പോഴെങ്കിലും ഫ്രീ ആയിരിക്കുമ്പോഴാണ്, അത് വേറെ ആരുമില്ല, ഞാൻ തന്നെയാണ് സമയം കിട്ടുമ്പോഴേക്കും ഒന്ന് ഫോട്ടോയോ പോസ്റ്റൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കമന്റ് ഒന്നും വായിക്കാനുള്ള സമയമില്ല. എൻ്റെ പോസ്റ്റിൽ വരുന്ന കമന്റ് പോലും വായിക്കാനുള്ള സമയമില്ല. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം പരമാവധി എല്ലാവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് നന്നായിട്ട് ചെയ്തു പോകാൻ ശ്രമിക്കും. അതിൽ ചില കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വളരെ നല്ലതാണെന്നൊക്കെ മെച്ചമാണെന്നൊക്കെ പറയും, ചില കാര്യങ്ങൾ തിരുത്തലുകൾ വേണമെന്ന് പറയും. അത് രണ്ടും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്താണ് പോകുന്നത്. ഞാനിതൊക്കെ തന്നെ വരുന്ന ഏത് തരത്തിലുള്ള വാർത്തകളും ആസ്വദിച്ച് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന വ്യക്തിയാണ്. അമിതമായിട്ട് അങ്ങ് ഒരു പൂഴ്ത്തി പറഞ്ഞൊന്നോ അല്ലെങ്കിൽ 4 പോസ്റ്റ് ഒന്നും സംതോഷിക്കാറോ വളരെ അങ്ങനെ ഡിസ്പാവറൊന്നുമില്ല. അതൊന്നും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പരമാവധി സിൻസിയറായിട്ട് സമൂഹത്തിന് ഗുണം വരണം എന്നുള്ള തരത്തിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. എല്ലാവരോടും ഒരുമിച്ച് ചേർന്ന് വിട്ടുവീഴ്ചകൾ വരുത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. നിലപാട് ശക്തമായിട്ട് എടുക്കേണ്ട സ്ഥലങ്ങൾ നിലപാടെടുത്ത് തന്നെ. ഇതിൽ പ്രധാനമായിട്ടും പൊങ്കാല സമയത്ത് 2 ദിവസം മുന്നേ ഒരു മഴ പെയ്യുമ്പോൾ അവിടെ ഫുള്ള് ചളിയായി. അപ്പൊ അതൊന്നും മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് കോർപ്പറേഷന് വലിയൊരു വീഴ്ചയാണ്, അതാരും ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉണ്ടല്ലോ. അതൊക്കെ ഇപ്പൊ വിമർശിക്കുന്നവർക്ക് വേറെ ഇപ്പൊ ഭരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് വിമർശിക്കാൻ സമയമുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇങ്ങനെ വിമർശിച്ചാണ് ഈ അവസ്ഥ എത്തിയത്. ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ ആറ്റുകാൽ ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തമുള്ള സ്ഥലത്ത് അവർ നടത്തുന്ന കൺസ്ട്രക്ഷൻ ആ സമയത്ത് മഴ പെയ്തു. അത് കോർപ്പറേഷന്റെ വർക്കിന്റെ ലിസ്റ്റിലുള്ളതോ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള പ്രവർത്തനമല്ല. കോർപ്പറേഷന്റെ സ്ഥലമല്ലാത്ത സ്ഥലത്ത് കോർപ്പറേഷന് ഒരുപാട് പരിമിതിയുണ്ട് പണം മുടക്കാൻ. അല്ലെങ്കിൽ പൊതുസ്ഥലമായിരിക്കണം, ഗവൺമെന്റ് സ്ഥലമായിരിക്കണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ സറണ്ടർ ചെയ്ത സ്ഥലമായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള പരിമിതികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളൊക്കെ എടുത്ത് അതിനൊക്കെ എഡിറ്റ് ചെയ്തോ അല്ലെങ്കിൽ കുറേ പോസ്റ്റുകളൊക്കെ വരും. അതൊക്കെ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയാണ്. എന്തായാലും തിരുവനന്തപുരത്ത് എത്തിയ ഭക്തജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഭക്തനിർഭരമായ സാഹചര്യം പൊങ്കാല നടത്തുവാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ ഉള്ളത്, ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ലീനിങ്, അതായത് ഉത്സവം സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിന്റെ ആണല്ലോ. അപ്പൊ ക്ഷേത്രം പണം ചെലവെടുക്കുന്ന സ്ഥലത്താണ് കോർപ്പറേഷൻ ഇങ്ങനെ പണം ചെലവിട്ടത്. അത് ജനങ്ങൾക്ക് ദോഷകരമായിട്ടില്ലേ ബാധിക്കുക എന്നുള്ളൊരു ചോദ്യം. അങ്ങനെയുള്ള ചോദ്യമൊക്കെ ഒരു പ്രസക്തിയില്ല. കോർപ്പറേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മളെല്ലാം ഇപ്പൊ സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സന്നദ്ധ സംഘടന ചെയ്യുന്നുണ്ട്. കോർപ്പറേഷൻ ചെയ്തത് നാടിന്റെ ഒരു ഉത്സവമാണ്, നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അത് നമ്മളെല്ലാവരും കൂടി ചേർന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത്, നിയമ തടസ്സങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെല്ലാവരും കൂടി ചെയ്യണം. ഇത് പരമ്പരാഗതമായിട്ട് കോർപ്പറേഷനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട്, സംസ്ഥാന സർക്കാരൊക്കെ മുൻകൈ എടുത്തുകൊണ്ട്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പോലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അതിൽ എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററും വിമാനമൊക്കെ തന്നെ അയച്ചു തരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഇതെല്ലാവരും കൂടെ ഒരുമിച്ചൊന്നും ചെയ്യുന്ന കാര്യമില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും പ്രസക്തിയില്ല. പൊങ്കാലയുടെ തലേദിവസം രാത്രി ഒരു പരാതി മേയർക്ക് കിട്ടിയത് കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഗാന്ധി പാർക്കിൽ കോർപ്പറേഷൻ മുൻ ഭരണസമിതികൾ ആ ഗാന്ധി പാർക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് നടത്തുന്ന ആള് ഒരു കാറിന് 750 രൂപ വാങ്ങിച്ചു വാടക ഒരു ദിവസം ഇടുന്നു. ആലോചിച്ച് നോക്കുക, 750 രൂപ ഒരു കാർ ഒരു ദിവസം ഇടുന്നതിന്. അപ്പോ രാത്രി 12:30 മണിക്കാണ് ഈ വിവരം. 12:30 മണിക്ക് സിറ്റിയുടെ പല ഭാഗത്തും ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ എന്നൊക്കെ അറിയാനും ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ രാത്രി മുഴുവൻ യാത്രയിലായിരുന്നു. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഒരു സ്ഥലത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1 മണിക്ക് തന്നെ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി, പുത്തരിക്കണ്ടത്ത് എത്തിയതിന് ശേഷം ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്തു. ആ വ്യക്തിയെ വിളിച്ചുണർത്തി, അദ്ദേഹം രാത്രി 1 മണിക്ക് വിളിച്ചുണർത്തി അദ്ദേഹത്തുമായി സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു 750 രൂപയാണ് കാറിന് വാങ്ങിച്ചത്. ഞാൻ അദ്ദേഹത്തിന് ചെയ്യുന്ന ഒറിജിനൽ
റെസിപ്റ്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിൽ ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കോൺട്രാക്ടർ വാങ്ങിയതാണ്. ഒരു ദിവസം എനിക്ക് 750 രൂപ കാറിന് KL വെഹിക്കിൾ നമ്പർ 9223 9223 എന്ന് പറയുന്ന ബെലനോ കാറിന് വാങ്ങിയത് 780 രൂപയാണ്. അപ്പോ അവിടെ വന്ന വാഹനങ്ങൾക്കൊക്കെ ഞങ്ങൾ നേരത്തെയും ഗാന്ധി പാർക്കിന്റെ പേരിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷെ ഞങ്ങൾ കൃത്യമായ തെളിവുകൾ തേടി നടക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ആലോചിച്ചിട്ട് ഗാന്ധി പാർക്കുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതികൾ കൊടുത്ത കോൺട്രാക്ടിന്റെ ഒക്കെ കോപ്പി ഞങ്ങൾ ഇന്ന് എടുത്തു. ഇന്നലെ പൊങ്കാല കഴിഞ്ഞു രാവിലെ തന്നെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രാധാകൃഷ്ണന്റെ പേരിലാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. മണക്കാട് ഭാഗത്തുള്ള രാധാകൃഷ്ണന്റെ പേരിലാണ് ഈ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കോർപ്പറേഷനുമായി ചേർന്നുള്ള കരാറുകൾ കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ട് കോർപ്പറേഷന്റെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2023 തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു. അദ്ദേഹം അതിനെതിരെ ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയി. ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ മൂന്നാമത്തെ ഗഡു കോർപ്പറേഷൻ അടയ്ക്കാത്തതുകൊണ്ട് 2023 തന്നെ രാധാകൃഷ്ണന്റെ കോൺട്രാക്ട് ഇൻവാലിഡ് ആയി കഴിഞ്ഞു. അതേ വ്യക്തിയും അദ്ദേഹത്തിന്റെ ജോലിക്കാരുമാണ് ഇപ്പോഴോടെ പണം പിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കരാറുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കിടക്കുക. അപ്പോൾ ഇന്ന് ഇപ്പോ നിലവിൽ അദ്ദേഹം കോൺട്രാക്ട് ഞങ്ങൾ ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ വ്യക്തിയെ ഗാന്ധി പാർക്കിൽ നിന്നും പുറത്താക്കണമെന്നും 2023 മുതൽ അനധികൃതമായി പണപ്പിരിവ് നടത്തി തെളിവ് ഉൾപ്പെടെ പിടിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും ക്രിമിനൽ കേസ് എടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തോട് പറയുകയാണ്, ഇനി മുതൽ കോൺട്രാക്ടർമാരല്ല, ഞങ്ങളൊരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തെ ഇന്ന് തന്നെ അവിടെ നിന്ന് പുറത്തിറക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും ഈ പണം വാങ്ങിച്ചവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. 750 രൂപ വാങ്ങിച്ചവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് സിറ്റി പോലീസ് കമ്മീഷൻ കത്ത് കൊടുക്കുകയാണ് കോർപ്പറേഷൻ. ഞങ്ങൾ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോ ലേലം ചെയ്യുന്നതിന്റെയൊക്കെ സമയം വരുന്നത് വരെ കോർപ്പറേഷൻ തന്നെ നേരിട്ടൊരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയാണ്, ഗാന്ധി പാർക്കിൽ ഏർപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിന്റെയൊക്കെ അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 24 മണിക്കൂറിനുള്ളിൽ, അതായത് ഐരാണിമുട്ടത്ത് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് 1:30-2 മണിക്കാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല ഭാഗങ്ങളിലും പാർക്കിങ്ങിന്റെ പേരിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ കൊള്ള നടത്തുന്ന 3 സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ 100 കണക്കിന് അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. SMV സ്കൂളൊക്കെ ചോദിച്ചപ്പോൾ മുമ്പ് പൊങ്കാലയിടാൻ വരുന്നവർ ഇതൊക്കെ 1000 വാങ്ങുന്നുണ്ട്. ഇവരൊക്കെ തന്നെ തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് വരുന്നവരായതുകൊണ്ടും അവർക്കൂടെ ലോക്കലി യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ടും ഭയം കൊണ്ടും എന്റെ പണ്ടും പറയുന്നത് ഈ 750 രൂപ റെസിപ്റ്റ് എന്റെ തന്ന വ്യക്തിക്ക് തന്നെ ഭയമാണ്. പിറ്റേ ദിവസം അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ സാധിക്കുമോ, കാർ എടുത്തോണ്ട് പോകാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ്.